ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ തന്നെ വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്ക് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനൊരു കുഞ്ഞൊരു ലൈക്കും കൂടി തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. പഠിക്കുന്ന കുട്ടികളുള്ളവർക്ക് അല്ല, മാത്രമല്ല ഇപ്പോൾ കുട്ടികൾ അല്ലാത്ത വീട്ടു കുട്ടികളിലേക്ക് കല്യാണം കഴിഞ്ഞ് പോയവരാണെങ്കിൽ അല്ലാത്ത അമ്മമാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അമ്മമാർക്കും പുറത്തേക്ക് പോകുമ്പോഴും ട്രാവലിങ്ങിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലൊരു സിബ്ബാണ്. നമുക്കത് ബാഗ് ഉണ്ടാക്കുന്ന സിബ്ബ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം ഇതുപോലത്തെ കട്ടയ്ക്ക് പകരം ഇല്ലാത്തത് കൊണ്ട് ബാഗ് യൂസ് ചെയ്യുമ്പോൾ മീറ്റർ കണക്കിന് വരിക. അപ്പോൾ നമുക്കത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യം വരും. എൻഡിങ്ങിൽ അതുപോലെ ഒന്ന് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യം വരും. അല്ലാതെ ഏത് സിബ്ബ് വേണമെങ്കിലും ഉപയോഗിക്കാം. വളരെ ചെറിയ സിബ്ബുണ്ട്, ചുരിദാറിന് വെക്കുന്ന, നൈറ്റിക്ക് വെക്കണത്, ഫ്രണ്ടിൽ വെക്കണത്, ആ സിബ്ബ് ഉപയോഗിക്കരുത്. അത് കൊള്ളില്ല. അത് നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. ചുരിദാറിന് വെക്കണ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള സിബ്ബ്, പിന്നെ നമുക്ക് ബാഗ് ഉണ്ടാക്കുന്ന സിബ്ബ് ഉണ്ടാക്കുകയാണെങ്കിൽ റണ്ണർ ആദ്യം ഇട്ടിട്ട് ശേഷം ഈ 2 സൈഡിലും നമ്മളൊരു നിശ്ചിത അകലം എടുത്ത ശേഷം 2 സൈഡും ക്ലോസ് ചെയ്തിരിക്കേണ്ടി വരും. ഇതിൽ ഈ ഭാഗത്ത് ഇതുപോലെ ക്ലോസ് ചെയ്യണം, ഈ ഭാഗത്ത് ഇങ്ങനെ ക്ലോസ് ചെയ്യും, ഇവിടെ മാത്രമായിട്ട് ക്ലോസ് ചെയ്യണം. സിബ്ബ് ഒന്ന് വെച്ചിട്ട് ആ റണ്ണർ ഊരി വീഴാതിരിക്കാനുള്ള കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുപോലെയാണ് നമ്മൾ ഒരു സിബ്ബ് എടുത്ത് ഇതുപോലത്തെ സിബ്ബ് എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഈ ഭാഗത്തെ ഉള്ള ഈ ഒരു ഭാഗം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്ട്രെയിറ്റ് വേയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടേപ്പ് എടുത്തിട്ട് 2 ഇഞ്ചോ 2.5 ഇഞ്ചോ എടുക്കാം കേട്ടോ. 2 ഇഞ്ചൊക്കെ മതിയാവും നമുക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് 2 ഇഞ്ചൊക്കെ ധാരാളം മതിയാവും. 2 ഇഞ്ച് 2.5 വരെയൊക്കെ മതിയിട്ട്, അതിന് കൂടുതൽ എടുക്കണ്ട. 2 2.25 വരെയൊക്കെ എടുക്കാം കേട്ടോ. അത് നമ്മുടെ ആ ഒരു രീതി അനുസരിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണോ കംഫർട്ട് അതുപോലെ എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഫുഡ് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു സ്റ്റെപ്പ് ഫുഡ് ഇട്ടിരിക്കണം. നമ്മൾ സിബ്ബൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പൈപ്പിംഗ് ഫൂട്ട് മാറ്റിയിടണം. അത് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ വയ്ക്കുക. 2.25 ഇഞ്ച് വരെ എടുക്കാം കേട്ടോ. 2 2.25 2.5 ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേറെ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ 2.25 വരെ വെച്ചിട്ട് ശേഷം നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് തയ്ക്കാം. തെറ്റത്ത് കൂടെ നമുക്ക് തയ്ച്ച് പോകാം. അപ്പോൾ നമ്മൾ ഉള്ളതിൽ ഏറ്റവും സ്റ്റിച്ചിങ്ങിന് റെഗുലേറ്റർ മാറ്റിയിട്ടിട്ട് നമ്മൾ ഏറ്റവും കുഞ്ഞ് ഒരു റെഗുലേറ്ററിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഏറ്റവും ചെറിയ കാണിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ചെക്ക് ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ശേഷം ഒന്ന് ടേൺ ചെയ്യണം. പതിയെ തയ്ക്കേണ്ടി വരും സിബ്ബുള്ളത് കൊണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ പതിയെ ചെയ്യണം. ഈ കട്ട, ഇവിടെ ഒരു കട്ട ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, തുമ്പ് ഭാഗം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് വേണം ചെയ്യാൻ. കട്ട പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം. സ്റ്റീലിൻ്റെ ഒരു കട്ട ഉണ്ടല്ലോ, അത് നമുക്ക് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം. നമ്മൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം വെക്കണം. പതിയെ ടേൺ ചെയ്യാൻ. ടേൺ ചെയ്യുമ്പോൾ കുറച്ച് സാവകാശത്തിൽ ഫുഡ് ഒന്ന് പൊന്തിച്ച ശേഷം പതിയെ നമ്മൾ റൈറ്റിലെ റിങ് തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. സിബ്ബൊക്കെ പൊട്ടാതിരിക്കാനും അത് നല്ലതായിരിക്കും. സൂചി പൊട്ടാതിരിക്കാനും അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ പതിയാണ് നമ്മളത് ചെയ്തെടുത്തത്. എന്നിട്ട് ഇത് ടേൺ ചെയ്തെടുത്തിട്ടുണ്ട്. പതിയെ ടേൺ ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ബാലൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
തയ്ച്ചിട്ട് ഇടയ്ക്ക് ഇതൊന്ന് നോക്കി നോക്കാം. നമുക്ക് കണ്ടാം ചില ഭാഗത്ത് ചിലപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ പുറത്തൊക്കെ ആവും തയ്ക്കണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച ശേഷം ഒന്നുകൂടി അതൊക്കെ ഒപ്പാക്കിയ ശേഷം തയ്ക്കണം. ഒപ്പം വെച്ച് തയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് തയ്പ്പ് ഇതിപ്പോൾ മാത്രം പിടിച്ചു, പക്ഷേ ഇത് നമ്മൾ പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കിയ ശേഷം വീണ്ടും തയ്ക്കാം. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് നിൽക്കുന്ന തുമ്പ് ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഭാഗങ്ങളൊന്നും ശരിയല്ലാതെ നിൽക്കണം, തുമ്പൊക്കെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഈ ഭാഗത്ത് ഇതുപോലെ അഡ്ജസ്റ്റിൽ ബാലൻസ് നിൽക്കുന്ന ഭാഗത്തുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് തയ്ച്ചത് സ്റ്റിച്ച് പെട്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഈ ടേണിങ് ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഭാഗത്തും അതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ചെറിയ രീതിയിൽ. അതിനുശേഷം നമുക്ക് ഈ സിബിനെ എടുത്തിട്ട് നമുക്ക് പതിയെ ടേൺ ചെയ്യാം. അങ്ങനെ വെച്ച് തിരിക്കാം. ഇവിടെ ഇത്തിരി ഭാഗം ചെറുതായിട്ട് ലൂസ് സ്റ്റിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇനി ആ ഭാഗത്ത് നമുക്ക് ശരിക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മളിത് ഏറ്റവും ലാസ്റ്റ് നമുക്കിത് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഒരു 1 ലെയറിൽ ഹെമ്മിങ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടും. ഈ ഭാഗം അതുപോലെ തെറ്റ് ഭാഗം ഒന്ന് ഇങ്ങനെ ടേൺ ചെയ്തെടുക്കാം. അതുപോലെ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചെടുത്താലും മതി. ഈ ഭാഗം ഉള്ളിലേക്ക് അങ്ങനെ ഒന്ന് പതിയെ ടൂളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്നാക്കി കൊടുക്കാം. നമുക്ക് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു കോയിൻ ബോക്സ് പോലെ ഒരു ചെറിയൊരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകാനും അവർക്ക് ചില്ലറ പൈസ ഇടാൻ മാത്രമായിട്ട് നമുക്കത് കൊടുത്തു വിടാം. സ്കൂളിലേക്ക് ചില്ലറ പൈസ മാത്രമായിട്ട് ഇപ്പോൾ ലൈൻ ബസ്സിലൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ചില്ലറ പൈസ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് ലേഡീസിനൊക്കെ ആണെങ്കിൽ കോട്ട് ഉണ്ടാവുമല്ലോ, കോട്ടിൻ്റെ ഫ്രണ്ടിൽ അവർ പോക്കറ്റിലിടാം. അവർക്ക് അല്ലെങ്കിൽ സ്കൂൾ ബാഗിൻ്റെ ഉള്ളിലിടാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പൈസയൊക്കെ കാണാണ്ടേ ആവില്ല. ഒരു പേഴ്സിലാവുമ്പോൾ ചെറിയ ചില്ലറ പൈസ ഇടാൻ മാത്രമായിട്ട് ഒരു പേഴ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ എല്ലാവർക്കും വളരെയധികം കംഫർട്ടായിരിക്കും. അപ്പോൾ കാണിച്ചു തരാം, ചില്ലറ പൈസ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ചില്ലറ പൈസക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു തുമ്പ് ഭാഗത്തുണ്ടല്ലോ,
ഇവിടെ ഒന്ന് ഇതിപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ വിട്ട് ചെറുതായിട്ട് അകന്ന് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം തയ്ച്ചത് ശരിക്കും സ്റ്റിച്ച് പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമുക്കിത് ഇവിടെ ഈ ഒരു കട്ടയുണ്ടല്ലോ, ആ കട്ടയുടെ ഇപ്പുറത്തെ ഭാഗം ഒന്നുകൂടി ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പുറത്ത് ഈ കട്ടയ്ക്ക് അപ്പുറത്ത് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുത്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും കീ ചെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഞാത്തി ഇടുകയാണെങ്കിൽ നമുക്കത് അവർക്ക് സൈക്കിളും അല്ല അതുപോലെ തന്നെ സ്കൂളിൽ അതുപോലെ ട്രൗസറിൽ വയ്ക്കാം, അതുപോലെ തന്നെ കുട്ടികളുടെ കോട്ടിൽ വയ്ക്കാം. ഇത് ചില്ലറ പൈസ ഇടാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അത് മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതല്ലേ, പേഴ്സല്ലേ, അപ്പോൾ അതൊരു നല്ല കംഫർട്ടബിലിറ്റി ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ആത്തിടുക ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അമ്മമാർക്കാണെങ്കിൽ കുട്ടികൾക്കല്ലാണ്ട് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊന്നും അല്ലാത്തവരാണ്, വലിയ കുട്ടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ വാനിറ്റി ബാഗിനോട് കൂടി അല്ലെങ്കിൽ 2 വീലർ യൂസ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ ഒന്ന് കീ ചെയിനോട് കൂടി ചേർത്ത് ഇതിങ്ങനെ ഇടാം. അതിന് ചില്ലറയ്ക്ക് കോയിൻസ് ഒക്കെ ഇടണമെങ്കിൽ ഇടാം. ഇതുപോലെ അവരുടെ ചാവിയുടെ കൂടെ തന്നെ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.